ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു ട്രിപ്പിന് പോവാണ്. ഡുനേഡൻ ട്രിപ്പിന് ശേഷം ഒരു ലോങ് ട്രിപ്പ് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇന്നലെ രാത്രി 12 മണിക്കാണ് നമ്മൾ ട്രിപ്പ് പോയാലോ എന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പക്ഷെ എല്ലാവർക്കും ഒന്നും സെറ്റ് ആയിട്ടില്ല. എല്ലാവരും ഇല്ല, പക്ഷെ ഉള്ള ആൾക്കാരെ വെച്ച് നമ്മൾ പോവാം. അങ്ങനെ നമ്മൾ ഫൈനലി സ്ഥലം തീരുമാനിച്ചു. അപ്പൊ നമ്മൾ എവിടെയാ പോകുന്നത്? ജസ്റ്റ് പറഞ്ഞോ. ഇന്ന് നമ്മൾ പോകുന്നത് ഫ്രാങ്ക് ജോസഫ് വെസ്റ്റ് കോസ്റ്റ് ആണ് ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞ് ഹോക്കിപ്പിക്ക, ഫ്രാങ്ക് ജോസഫ് ഗ്ലേഷ്യർ, പിന്നെ അങ്ങനെ വേറെ ഇവിടൊക്കെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ചിലപ്പോൾ നമ്മൾ പ്ലാൻ മാറ്റി. നമ്മൾ ആദ്യം വിചാരിച്ചു ക്യൂൻസ് ടൗൺ പോകാൻ, പക്ഷെ 2 ദിവസം മതിയാവില്ല. ഒരു ദിവസം മതിയാവത്തില്ല, അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസം വേണം. അതുകൊണ്ട് പിന്നെ നമ്മളൊരു പ്ലാൻ തിരിച്ചു പിടിച്ചു. വെസ്റ്റ് കോസ്റ്റ് അടിപൊളിയാ. ഇവന് ഏകദേശം എല്ലായിടത്തും പോയതാ. ക്രേസി വ്യൂസ് ഉണ്ട്, ക്യാമ്പിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ഗ്ലേഷ്യർ കാണാൻ പോകും. ഓക്കെ, അപ്പൊ നമ്മൾ വെസ്റ്റ് കോസ്റ്റ് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഫ്രാങ്ക് ജോസഫ് ഗ്ലേഷ്യർ. നമ്മളിതാ ഇടയിലൊരു സ്ഥലത്ത് ഇടവഴി ഒരു സ്ഥലത്ത് നിർത്തി. മഞ്ഞൊന്നും കാണാനില്ല. മഞ്ഞിന്റെ സ്റ്റാർട്ടിങ് കാണിച്ചു കൊടുക്കും. ഈ ഒരു മഞ്ഞുമല മാത്രമേ വന്നിട്ടുള്ളൂ. വിന്റർ ഇപ്പൊ തുടങ്ങുന്നല്ലേ ഉള്ളൂ. നമ്മളിവിടെ നിർത്തിയത് കാരണം നമ്മളെ കൂടെയുള്ള അടുത്ത വണ്ടിയിൽ ആൾക്കാർ എത്തിയിട്ടില്ല. അപ്പം നമ്മൾ ഏകദേശം ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാന്ന്, എന്നിട്ട് മുന്നോട്ടേക്ക് പോവാന്ന്. അയ്യോ, ഭയങ്കര വെയിലല്ലേ ഇവിടെ. ഫ്ലോറസെന്റ് പച്ച എങ്ങനെയുണ്ട് ഗൈസ്? നാട്ടിൽ നിന്ന് ഇറക്കിയതാ ഇതും. പ്രത്യേകിച്ച് സനിക എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഡ്രസ്സ് ഇട്ടിട്ട് അവളെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സനിക എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി കേട്ടോ. അപ്പം അവൾ നാട്ടിൽ നിന്ന് അയച്ചത് നമുക്ക് വേണ്ടിയിട്ട് ഈ ടീഷർട്ട്, ഈ ടീഷർട്ട്, പിന്നെ കഴിഞ്ഞ തവണ ഞാൻ എവിടെയോ പോയപ്പോട്ട് ഒരു ടീഷർട്ട്, അതൊക്കെ. നമ്മൾ വീണ്ടും ഒരു സ്റ്റോപ്പും കൂടി ഇട്ടു. ഇത് 5 hours ജേർണി ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് വെസ്റ്റ് കോസ്റ്റ് വരെ വ്ളോഗാ എടുക്കുന്നേ. അപ്പോൾ ഇവിടുന്ന് 5 hours ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബീച്ചല്ല, ഇത് മലയൊക്കെ അല്ലേ, മൗണ്ടെയിൻസ് ആൻഡ് ഹിൽസ്. ഇപ്പൊ നമ്മളുള്ള സ്ഥലം കാണിച്ചു തരാം. ഏകദേശം സണ്ണൊക്കെ പോയി. സമയം 4:30 ആയിട്ടുള്ളൂ. ഇപ്പം സൺസെറ്റ് ഒരു 5:30 ആവും. അതുകൊണ്ട് വെളിച്ചമൊന്നുമില്ല. ഇതാണ് സ്ഥലം. നമ്മൾ ഫ്രാൻസ് ജോസഫ് ഗ്ലേഷ്യറിന്റെ അവിടെയാണ് റൂം എടുത്തത്. അപ്പോൾ നമുക്ക് ഇന്ന് അവിടെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം നമ്മൾ രാത്രി ആവുമല്ലോ. ഞാൻ പറയില്ല, 5:30 ആകുമ്പോൾ സൺസെറ്റ് ആവും. അപ്പോൾ പോകുന്ന വഴിക്ക് ഹോക്കിപ്പിക്ക എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നമ്മൾ പോകണമെന്നുണ്ട്. മറ്റേ ഇരുടായിട്ടില്ലെങ്കിൽ അവിടെ കയറും. പിന്നെ അവിടെ ഒരു ഗ്ലോവം കേവ് ഉണ്ട്, അതും പറ്റുവാണെങ്കിൽ കയറും. ഒന്നും അറിയില്ല, പോകുന്ന വഴിക്ക് ലേറ്റ് ആയിട്ടില്ലെങ്കിൽ ഇവിടെയൊക്കെ കയറും. അവിടെ അങ്ങോട്ടേക്ക് അധികം നമ്മളിപ്പോൾ ഇതാ ഇവിടെ ഗ്ലോവം ഡെൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഹോക്കിട്ടിക്കയിലെ ഒരു സ്ഥലമാണ്. രാത്രി ഇപ്പം ഇത് മാത്രം നമുക്കിപ്പോൾ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ തണുപ്പ് തുടങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉള്ളിൽ പോയിട്ട് ഗ്ലോവം ഒക്കെ കാണാൻ പറ്റുമോ എന്ന് അറിയില്ല, പോയി നോക്കാം. അടിപൊളിയായിരിക്കുമോ? നീ കണ്ടിട്ടുണ്ടോ? ഇവിടെ നമുക്ക് ഈ ഫോണിൽ അത് കാണാൻ പറ്റുമോ അറിയില്ല, നോക്കാം. സമയം ഇപ്പം 6 ആയിട്ടുള്ളൂ. പക്ഷെ എന്താ കണ്ടോ, ഉള്ളിലേക്ക് ഇരുട്ടാണ്. ആൾക്കാരൊന്നും കാണാൻ പറ്റുന്നില്ല വരുന്നത്. ഒന്നും പറ്റില്ല. Here, oh my god, can't see anything.
മതി 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 ഒത്തിരിയാടാ മതി മതി ഹായ് ഗൈസ്, ഇന്ന് സെക്കൻഡ് ഡേ ആയി. ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നമുക്ക് പോകുന്ന വഴിക്ക് ഫുഡൊന്നും കിട്ടിയില്ല. ഭയങ്കര വിശപ്പായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡേ ഇല്ലായിരുന്നു. വിശന്നാൽ പിന്നെ ഞാനല്ലാതെയാവും. അതുകൊണ്ട് ഫുൾ കലിപ്പ് മൂഡിലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങാം. ഇന്നലെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എടുക്കണോ, വ്ളോഗ് ചെയ്യണ്ടെന്ന് വരെ വിചാരിച്ചു. പക്ഷേ ഇന്നലെ പ്രത്യേകിച്ച് സ്ഥലമൊന്നും പോയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ നിന്ന വീട് കാണിച്ചു തരാം. ഈ വീട്ടിലാണ് നമ്മൾ നിന്നത്. ഞാൻ ഉള്ളൊക്കെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പ് ആട്ടോ. 3 ബെഡ്റൂം ഉണ്ട്. എത്രയായിരുന്നു? 300 സംതിങ് ആയിരുന്നു ഇത് വന്നത്, 1 ഡേ സ്റ്റേൻ്റെ ഇത് വന്നത്. ഇനി ഞാൻ കാണിച്ചു തരാം. ഇതാണ് സെറ്റപ്പ്. അത്യാവശ്യം നല്ലൊരു. ഇനി ഞാൻ ഉള്ളിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് ഓരോ ബെഡ്റൂം. എല്ലാവരും റെഡിയായി വരുന്നുണ്ട്. ഇതൊക്കെ ബെഡ്റൂംസാണ്. അത്യാവശ്യം വലിയ കിച്ചൺ. ആ സൈഡ് ബാത്റൂം, അങ്ങനത്തെ ഏരിയ. ഇതാണ് റോഡിൽ പുറത്തുള്ള വ്യൂ. ഞാൻ കാണിച്ചു തരാം. അടിപൊളി. ഈ വീട്ടിലാണ് താമസിച്ചത്. ഇവിടെ ഭയങ്കര തണുപ്പൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച്, കാരണം നമ്മൾ താഴോട്ടേക്ക് വരികയാണല്ലോ. നമ്മൾ ക്രൈസ്റ്റ് ചർച്ച് താഴോട്ടേക്ക് വരികയാണ്. ഇവിടെ ഫുൾ മലയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ ഇവിടെ നല്ല ചൂട്. ക്രൈസ്റ്റ് ചർച്ചിൽ ഇപ്പോൾ ഒടുക്കത്തെ തണുപ്പാണ്. ഞാൻ വെറുതെ സ്വെറ്റർ ഇട്ട് വന്നു. രാവിലെ 11 മണിയായി. നമ്മളിതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഇവിടെ തൊട്ടടുത്തുള്ളൊരു കഫേയിൽ കയറിയിട്ടുണ്ട്. ദ ലോൺലി സ്റ്റാർ കഫേ. എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല, പോയി നോക്കട്ടെ. സോറി, കഴിക്കേണ്ട സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മൾ എന്തൊക്കെയാണ് വാങ്ങി? ബ്രേക്ക്ഫാസ്റ്റ് പനീനി, ബാർബിക്യൂ ചിക്കൻ പനീനി, പിന്നെ ഹോട്ട് ചോക്ലേറ്റ്, പിന്നെന്താ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പനീനി, പിന്നെ ബീഫ് റാപ്പ് ഉണ്ട്. ബീഫ് റാപ്പ് ഉണ്ട്, ബീഫ് ഫ്രൈസ് ഉണ്ട്, ബർഗേഴ്സ് ഉണ്ട്. കുറച്ച് പേര് ബർഗേഴ്സ് കഴിക്കുന്നുണ്ട്, പൈ കഴിക്കുന്നുണ്ട്, പിന്നെ ബിയർ. ഞാനിപ്പോൾ ഇത് മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ സ്ഥലം നമുക്ക് ജെഫിനോട് ചോദിച്ചിട്ട് തീരുമാനിക്കാം. നമ്മുടെ സ്ഥലം എത്തി. ഇവിടുന്ന് നമുക്ക് 30 minutes വാക്ക് ഉണ്ട്. ആക്ച്വലി വിൻ്ററിലായിരുന്നു ഇവിടെ വരേണ്ടത്. അപ്പോഴാണ് ഫുൾ സ്നോ കാണാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോൾ വന്നു. ഇതാണ് ഗ്ലേഷ്യർ. പക്ഷേ വിൻ്റർ അല്ലാത്തതുകൊണ്ട് ഐസ് മേലെ തന്നെയല്ലേ വരുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു വാട്ടർഫാളും ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഗ്ലേഷ്യർ? അടിപൊളി ഗ്ലേഷ്യർ.
പക്ഷേ നമുക്കൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും സമയം തെറ്റിയിട്ടല്ല എല്ലാ സ്ഥലത്തും പോകുന്നത്, അതാ പ്രശ്നം. How was the glacier though? How was the glacier? Yeah, it was all right actually. Could have been better. Yeah, could have been better. ആർക്കൊന്നും പറയില്ല, കുഴപ്പമില്ല. 2 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഹോക്കിട്ടിക്ക വീണ്ടും എത്തി. അയ്യോ, നമ്മൾ ഇത്തവണ ട്രിപ്പിലുണ്ടല്ലോ സ്ഥലം കാണുന്നതിനെക്കാട്ടും കൂടുതൽ കാറിലായിരുന്നു. Ask from Pranvil something. What? Tell us about this time's trip. This time's trip, it was only traveling so far. Yeah. But right now we are going to the gods. Yeah, bathroom. Yeah, we have covered all the bathrooms. All the bathrooms in South Island. Yeah. Now, Okay, take a. ഇതെങ്കിലും മര്യാദയ്ക്ക് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു അല്ലേ? കളറാണ്. you know, orcs in Lord of the Rings. അങ്ങനെ വ്യൂ പോയിന്റ്. ക്രിസ്റ്റീനെ യാദൃശ്യമായി കണ്ടുമുട്ടി വ്ളോഗ് പറയട്ടെ. ഓ, നമ്മള് മേലെ എത്തി. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല അല്ലേ? സീന്. ഞാനിപ്പോ ഇവിടെ ഏറ്റവും മേലെ കയറി. അടിപൊളി വ്യൂ. ഈ സൺലൈറ്റ് കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടാവായിരുന്നു. ഇത് ഹാങ്ങിങ് ബ്രിഡ്ജ്, അതുകൊണ്ട് ഇവരെ ഇളക്കി കളിക്കുന്നുണ്ട്. ട്രിപ്പൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മൾ ക്രൈസ്റ്റ് ചർച്ച് എത്തിയിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ക്രൈസ്റ്റ് ചർച്ചിലെ മാഡംകോങ് എന്ന റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയാൽ അവിടെ അത്യാവശ്യം നല്ല ഫുഡ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി ന്യൂസിലാൻഡ് വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.